പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സുകളിൽ ഒന്നാമത്തേത് ഇന്ന് കഴിഞ്ഞ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ന്യൂ ബിഗിനിങ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഷോയിലെ മെയിൻ ഇവൻറ്റിലെ ഒരു സ്റ്റീൽ കേജ് മത്സരത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ആണ്. വിൽ ഒസ്പ്രയുടെ NJPW കരിയറിലെ അവസാന മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിൻ്റെ WWE എല്ലാ കാര്യങ്ങളും ഇപ്പോൾ WWE റിമൂവ് ചെയ്തു തുടങ്ങി എന്നുള്ളതിന് വലിയൊരു തെളിവ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ന്യൂ ബിഗിനിങ് ഇൻ ഒസാക്ക എന്ന് പറയുന്ന സ്പെഷ്യൽ ഷോയിലെ മെയിൻ ഇവൻറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഇതൊരു ടാഗ് ടീം സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. WWE, AEW, TNA റെസ്ലിംഗ് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു സ്റ്റീൽ കേജ് സ്ട്രക്ചർ അല്ല ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ഉപയോഗിക്കുന്നത്. WWE റിങ്ങിനോടൊക്കെ ചേർന്നിട്ടാണ് സ്റ്റീൽ കേജ് കാണാൻ സാധിക്കാറുള്ളത് എന്നുണ്ടെങ്കിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ഉപയോഗിക്കുന്ന സ്റ്റീൽ കേജ് ഒരു ഹെൽ ഇൻ എ സെൽ പോലെ റിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്റ്റീൽ കേജാണ്. WWE ഒരു സ്റ്റീൽ കേജിൻ്റെ ഹൈറ്റ് ഒന്നും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ കേജ് സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് പെട്ടെന്ന് ചാടിക്കടക്കാൻ സാധിക്കുന്ന ഒരു കേജായിരുന്നു. അവരുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ പങ്കെടുക്കുന്ന റെസ്ലേഴ്സിന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പാടില്ല. എല്ലാവരും ആ ഒരു മത്സരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആരാണ് വിജയിക്കുന്നവർ അവർ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഫാക്ഷനായിട്ട് നിൽക്കും എന്നുള്ളതാണ് അവരുടെ ആ ഒരു സ്റ്റോറി. അതുകൊണ്ട് തന്നെ വലിയ ഹൈറ്റുള്ള സ്ട്രക്ചറൊന്നും ആ ഒരു മത്സരത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. ഇത്ര വലിയൊരു പ്രസക്തി ഈ ഒരു മാച്ചിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിൽ ഒസ്പ്രയുടെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് കരിയറിലെ അവസാന മത്സരം ആണെന്നുള്ളതാണ്. വിൽ ഒസ്പ്രയുടെ യുണൈറ്റഡ് എംപയർ എന്ന് പറയുന്ന ഫാക്ഷനിലെ 5 റെസ്ലേഴ്സും ബുള്ളറ്റ് ക്ലബ്ബ് ഡേവിഡ് ഫെല്ലി നേതൃത്വം കൊടുക്കുന്ന ഫാക്ഷനിലെ 5 റെസ്ലേഴ്സും തമ്മിലുള്ള ഒരു 5-on-5 ടാഗ് ടീം സ്റ്റീൽ കേജ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിജയിയെ പിൻഫോളിലൂടെയും സബ്മിഷനിലൂടെയും മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. മത്സരം തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ എൻഗേജിങ് ആയിരുന്നു, വളരെ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ വളരെ ബ്രൂട്ടലായിരുന്നു. ഇതുവരെ നമ്മൾ WWE സ്റ്റൈലിൽ വാർ ഗെയിംസ് മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു മത്സരമാണ്. ഇതൊരു ബെഞ്ച് മാർക്ക് പോലെ ഇനി നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഈ മത്സരത്തിനെ കടത്തി വെട്ടിയോ എന്നുള്ളതായിരിക്കും ഇനി റെസ്ലിംഗ് ആരാധകർ പറയാൻ പോകുന്നത്. അത്രയും മികച്ച മത്സരമായിരുന്നു. ഓരോ സമയത്തും മത്സരം അവസാനിച്ചു എന്ന് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ അവിടം കൊണ്ടൊന്നും മത്സരം അവസാനിപ്പിച്ചിട്ടില്ല. അതൊക്കെ വളരെ മധ്യഭാഗം വരെ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. മത്സരം ബ്രൂട്ടലായിരുന്നു. അതുപോലെ തന്നെ റെസ്ലേഴ്സിന് ഇഞ്ചുറി പറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. യുണൈറ്റഡ് എംപയറിലെ ഒരു മെമ്പറായിരുന്ന ഹനാറെ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ തലയ്ക്ക് ഇഞ്ചുറി പറ്റിയതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ റിങ് അവർ മൊത്തത്തിൽ പൊളിച്ചടക്കുന്നുണ്ട്. അതായത് റിങ്ങിലെ മാറ്റ് അതുപോലെ തന്നെ റിങ്ങിലെ തടി കഷ്ണങ്ങളൊക്കെ അവർ എടുത്തു മാറ്റുന്നുണ്ട്. അതിലേക്കൊക്കെ കുറേ മൂവ്സ് ചെയ്യുന്നുണ്ട്. വളരെ അപകടം നിറഞ്ഞ ഒരു മൊമെൻറ്റ്സ് തന്നെയായിരുന്നു മത്സരത്തിൻ്റെ അവസാനം. തുടക്കം മുതൽ ഒടുക്കം വരെ ലൈവായി കാണാൻ സാധിച്ചു. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ചിലപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഒരു ഫുൾ ഷോ നിങ്ങൾക്ക് കിട്ടും. ഫുൾ മാച്ച് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസും കാണാൻ സാധിക്കും. ചിലപ്പോൾ മിക്കവാറും യൂട്യൂബിൽ ഫുൾ ഹൈലൈറ്റ്സ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മാച്ചാണ്. കാണുന്നവർ അത് ഫുൾ ഷോ ആയിട്ട് തന്നെ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് മാച്ചാണ്. അത്രയും ബ്രൂട്ടലായിരുന്നു, വളരെ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു, വളരെ എൻഗേജിങ് ആയിരുന്നു. നമുക്ക് സർവൈവർ സീരീസ് ഒന്നും ഈ ഒരു മാച്ചിനോട് മുട്ടിച്ച് നോക്കാൻ പോലും പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അത് മത്സരം കണ്ടതിന് ശേഷം മാത്രം രേഖപ്പെടുത്തുക. പിന്നെ വിൽ ഒസ്പ്രെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് AEWയിലേക്കാണ് കൂടുമാറുന്നത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്ക് എന്തെങ്കിലും താരം തിരികെ വരും എന്നുള്ളതും വിൽ ഒസ്പ്രെ ഈ ഒരു മാച്ചിന് ശേഷമുള്ള സെഗ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിൽ ബുള്ളറ്റ് ക്ലബ്ബാണ് വിജയിച്ചത്. വിൽ ഒസ്പ്രയുടെ യുണൈറ്റഡ് എംപയർ എന്ന് പറയുന്ന ഫാക്ഷൻ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോ ഈ വീഡിയോ കഴിയുന്നതിന് ശേഷം മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കുറേയധികം കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടി നമുക്ക് അറിയാൻ സാധിച്ചത് WWE ഒഫീഷ്യൽ ഇൻട്രോ വീഡിയോയിൽ നിന്ന് ബ്രോക്ക് ലെസ്നറിനെ ഒഴിവാക്കിയിരിക്കുന്നു. ബ്രോക്ക് ലെസ്നർ ഇനി വെറും ഓർമ്മയായിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ബ്രോക്ക് ലെസ്നറിന് പകരം ആ ഒരു ഭാഗത്ത് LA Knightനെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ബ്രോക്ക് ലെസ്നറിനെ WWE 2K എന്ന് പറയുന്ന ഗെയിമുകളിൽ നിന്ന് ഒഴിവാക്കി, സൂപ്പർ കാർഡ് എന്ന് പറയുന്ന ഗെയിമിൽ നിന്ന് ഒഴിവാക്കി WWE ബ്രോക്ക് ലെസ്നറിൻ്റെ മെർച്ചൻഡൈസുകളിൽ നിന്ന് കുറേയധികം ഐറ്റംസ് അവർ ഒഴിവാക്കി. ബാക്കിയുള്ള ഐറ്റംസ് അവർ വലിയ ഡിസ്കൗണ്ട് ഇട്ട് സെയിൽ ചെയ്യാനും ആരംഭിച്ചു. ബ്രോക്ക് ലെസ്നറിൻ്റെ അച്ചീവ്മെൻറ്റുകൾ മനഃപൂർവ്വം അവർ
ചില ഷോകളിൽ പറയാതെ ഇരിക്കുന്നുണ്ട്. ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പോലും അവർ മടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന റെസ്ലർ WWE ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് നിലവിൽ മാനേജ്മെൻറ്റും ക്രിയേറ്റീവ് ടീമും WWE നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.